യൂട്യൂബർമാരെ നിങ്ങൾക്ക് നാണായിട്ടടാ എന്നെ പറ്റി സ്റ്റോൾസ് ഇട്ട് അതിൽ ലൈക്കും കമൻറ്റും ഉണ്ടാക്കാൻ. ഈ ശിവമയത്തിനെ പറ്റി എന്നെ പോലെയുള്ള വേൾഡിൽ ഇത്തിരി പോപ്പുലാരിറ്റി നിൽക്കുന്നവന്മാരെ പറ്റി സ്റ്റോറി ഇട്ട് അതിൽ നിന്ന് ലൈക്കും കമൻറ്റും ഉണ്ടാക്കി നമ്മളും തല പുകഞ്ഞാണ് ചിന്തിച്ച് ഒരേ വീഡിയോ ചെയ്യുന്നത്. അതായത് രമണ, വേൾഡിൽ ഇത്രയും പോപ്പുലറായി നിൽക്കുന്ന സുജിക്കുട്ടൻ ഇങ്ങനെയെല്ലാം സ്ഥലകാല ബോധമില്ലാതെ ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ ഞങ്ങൾ യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്യാതെ പിന്നെ എന്ത് ചെയ്യും? സുജിക്കുട്ടന്റെ ട്രിക്ക് എനിക്ക് മനസ്സിലായി. ഒരു വീഡിയോയിൽ സുജിക്കുട്ടൻ തന്നെ അത് ഓപ്പണായിട്ട് പറയുന്നുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്കും എന്നെ പോലെ വൈറലാകാൻ വലിയ പാടൊന്നുമില്ല. ഇങ്ങനെ ഒരു റൂമിനകത്ത് ഒരു കസേര ഇടുക, എന്നിട്ട് വായിൽ തോന്നുന്ന എല്ലാം വിളിച്ചു പറയുക. അതിൻ്റെ ഇടയിൽ കുറച്ച് ശിവമയം കൂടെ കയറ്റിക്കഴിഞ്ഞാൽ വീഡിയോ വേറെ ലെവലായി, വേറെ ലെവൽ റീച്ചായി. പിന്നെ സുജിക്കുട്ടനെ തല പുകച്ചാണ് വീഡിയോ എല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്തോ കൂടിയ സാധനം പുകച്ചു കയറ്റിയിട്ടാണ് സുജിക്കുട്ടൻ ഇങ്ങനെയെല്ലാം ഓരോന്നും വിളിച്ചു പറയുന്നത്.